കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും NSAPയുടെയും 2025-26 വർഷത്തെ കാളികാവ് പഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തി. കാളികാവ് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു. ഓംബുഡ്സ്മാൻ VM മനോജ് നിർദ്ദേശങ്ങൾ നൽകി. ഓഡിറ്റ് കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു, ഞങ്ങൾ എല്ലാവരും മെമ്പർമാരെ എല്ലാവരും സന്നിധരായിരുന്നു. ഗ്രാമസഭ മീറ്റിംഗ് കഴിഞ്ഞു. അതിൽ നമ്മുടെ ഈ ഇന്ന ആളുകളിലും മിക്കവാറും ആളുകൾ കൂടാതെ സന്നിധരായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പബ്ലിക് മീറ്റിംഗ് ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് പറയാനും നിർദ്ദേശങ്ങൾ പറയാനും ഇവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു പബ്ലിക് മീറ്റിംഗ് ആണ്. അതിനുവേണ്ടി നേതാക്കളായി വന്ന് നിങ്ങളെല്ലാവരും ഞാൻ അനുമോദിക്കുന്നു. അതായത് നമ്മുടെ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ ലാസ്റ്റ് ഓഡിറ്റാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കേറെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തിയിലോ നമ്മൾ ഇവർ ചെയ്ത, അതായത് എൻജിനീയറിംഗ് സ്റ്റാഫ് ചെയ്ത പ്രവൃത്തികളിലോ ഒരു ന്യൂനതകളും ഇവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഞാൻ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ ഒരു പബ്ലിക് മീറ്റിങ്ങോടുകൂടി നമ്മുടെ പുതിയ ഇത് മാറി, ഇനി അടുത്ത് പേര് മാറി വേറൊരു അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. തുടർന്ന് എല്ലാ വാർഡുകളിലും നിന്നുമുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനുള്ള അഭിപ്രായങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് പബ്ലിക് ഹിയറിംഗ് നടത്തുന്നത്. 9,000-ഓളം തൊഴിലാളികൾ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 12% തൊഴിലാളികൾ മാത്രമാണ് സജീവമായി ജോലി ചെയ്യുന്നത്. തൊഴിലാളികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് ഓംബുഡ്സ്മാൻ പറഞ്ഞു. എണ്ണം കൂടുതലുണ്ട്. 9,000-ഓളം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1000 ആളുകളാണ്, 1000 ജില്ലയിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. വർക്കുകൾ നടക്കുന്നുണ്ടാവും. അടുത്ത സ്കീം വരുമ്പോൾ ഈ രീതിയിൽ പോയാൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. തൊഴിലാളികളുടെ പ്രവർത്തകന്മാരുടെ എണ്ണം കൂട്ടണം. അത് കൂട്ടുമ്പോൾ തന്നെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇതേപോലെ ചെയ്യാൻ നിങ്ങൾ പഠിച്ചതിന് വന്നതിന് ശേഷമാണ്. രാത്രി വൈകുന്നേരം വരെ കൈക്കോട്ട് വായിക്കാൻ പിക്കാസ് എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നേരത്തെ അറിയുമല്ലോ, പറ്റിയിരുന്നില്ല. അത് ചെയ്തത് ശീലമാണ്. ഇതേപോലെ ഈ പുതിയ വരാൻ പോകുന്ന പദ്ധതിക്ക് അനുസൃതമായി ആ തൊഴിലിലേക്ക് നമ്മൾ മാറുകയും. അപ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടി വരുന്ന അർത്ഥം. അപ്പോൾ എന്താണെന്നുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിപാടികൾ വരുമ്പോൾ വരും. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആ സ്കില്ലിലേക്ക് പോകാൻ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ ചെയ്യുന്ന പണി നിങ്ങൾക്ക് നേരത്തെ ചെയ്യാൻ പറ്റാത്തായിരുന്നു. അത് നിങ്ങൾ ചെയ്ത് ശീലിച്ചു. പുതിയൊരു പണി വരുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് ശീലിക്കാം. അപ്പോൾ അതിലേക്കുള്ള പരിശീലന പരിപാടി കേട്ട് പരിശീലനം ഡിമാൻഡ് ചെയ്യണം. പരിശീലനത്തിന് പണമില്ല, പരിശീലനം ഡിമാൻഡ് ചെയ്യണം. ആ പരിശീലനം നേടണം. ആ പരിശീലനം ഏരിയയിലൂടെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിലേക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഈ ടെക്നിക്കൽ സൈഡിലൊക്കെ ഉള്ള ആളുകളെ മുഴുവൻ ഇപ്പോൾ കൈക്കോട്ട് വികാസം ഉപയോഗിക്കുന്ന ഒഴികെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പുറത്തുനിന്നുള്ള ആളുകളെ നമ്മൾ എടുക്കേണ്ടി വരും. ആ ആളുകളൊക്കെ ഇപ്പോൾ ഞാനൊരു കൃത്യമായിട്ട് പറയില്ല, ഇന്ത്യക്കാർ തന്നെയാണ്. അവരൊക്കെ ബീഹാറിനോട് പങ്കാളികൾ. 1 വർഷത്തെ റിപ്പോർട്ട് സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ആതിര അവതരിപ്പിച്ചു. കൃത്യമായ ഓഡിറ്റിംഗും മസ്റ്ററും അനുസരിച്ചാണ് തൊഴിലുറപ്പ് ജോലികൾ നടക്കുന്നത്. ഇതുവഴി പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നിട്ടുള്ളതായി യോഗം വിലയിരുത്തി. 2025-26 വർഷത്തിൽ 309 പ്രവൃത്തികൾ നടന്നു. 3,32,57,181 രൂപ ചിലവഴിച്ചു. തൊഴിലാളികൾക്ക് 2,33,97,205 രൂപ നൽകി. സ്കിൽഡ് വർക്കേഴ്സിന് 6,15,729 രൂപയും നൽകി. 92,44,247 രൂപയുടെ മെറ്റീരിയലുകളും വാങ്ങി. കൃഷി ഓഫീസർ VM ഷമീർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ C ഷാഹിന, P സലീന, N സവാദ്, പഞ്ചായത്ത് സെക്രട്ടറി K അബ്ദുൽ ഷുക്കൂർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ E ഇസ്ഹാഖ്, ഓവർസിയർ പൊറ്റയിൽ ഷറഫലി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.